ടോട്ടില്ല നമ്മുടെ നാട്ടിലെ ചപ്പാത്തിൻ്റെ വേറൊരു ഫോമാണ്. അതിലെന്തൊക്കെയോ ഗ്രെയിൻ. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം എത്ര ടൈം യാത്ര ഉണ്ടാവും? 40 minutes. ഒരു 40 മിനിറ്റ്സ് യാത്ര ഉണ്ടാവും. ഈ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. ഏത് രാജ്യത്ത് വരുന്നത്? ഖാന. നമ്മുടെ നാട്ടിലെ മരിച്ചേരി അല്ല? അത് ഇവിടെ ഉണ്ടല്ലേ. ഇതെന്തിനാ മെഴുക് പുരട്ടുന്നത്? ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുത്തെ കാഷ്യറെ നോക്കി ഇരിക്കണ്ട, നമ്മൾ തന്നെ സ്കാൻ ചെയ്യുക, നമ്മൾ തന്നെ പേ ചെയ്യുക. ഇത് അഥവാ നമ്മൾ സ്കാൻ ചെയ്തില്ലെങ്കിലോ? ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാണ്. വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. നല്ല മഴയാണ്. ടോട്ടില്ല നമ്മുടെ നാട്ടിലെ ചപ്പാത്തിൻ്റെ വേറൊരു ഫോമാണ്. അതിലെന്തൊക്കെയോ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. മൾട്ടി ഗ്രെയിൻസ് ഒക്കെ ഇട്ടിട്ട് ഇതിൽ വീറ്റിൻ്റെ ഉണ്ട്. വീറ്റിൻ്റെ വോൾക്കോൺ എന്ന് പറയും. പിന്നെ മൈദൻ്റെ എന്താ പറയുക? ബീസ്. ഇതേതാ? ഇത് തന്നെ വേറെ കമ്പനി, കാശ് കൂടുതൽ. ഇത് ചപ്പാത്തി തന്നെയാണല്ലോ. ഇത് വലിയ വ്യത്യാസമില്ല. പ്രോട്ടീൻ, ഇതിൽ പ്രോട്ടീനുണ്ട്. പ്രോട്ടീൻ കൂടുതലാണ്, അതുകൊണ്ട് കാശ് കൂടുതലാണ്. നല്ല വിശപ്പുണ്ടെന്നാ നമുക്കിനി നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ബ്ലൂബെറി ബസ് അടിപൊളി സാധനം അല്ലേ? ഇഷ്ടമാണ്. അതായത് ഇതെന്താ സാധനം? ഇതെല്ലാം സീഡ്സാണ്. ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല, അറിയില്ല. മധുരമുള്ള വരും ഈ സെക്ഷൻ. ഇതാണ് ഇതിൽ സ്പൈസി ആയിട്ടുള്ളത്. ഇത് സ്പൈസിയാ? ഇത് സ്പൈസില്ല. ഇത് മറ്റേ എന്താ പറയുക, കറി ബോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുത്തെ കാഷ്യറെ നോക്കി ഇരിക്കണ്ട, നമ്മൾ തന്നെ സ്കാൻ ചെയ്യുക, നമ്മൾ തന്നെ പേ ചെയ്യുക. ഇത് അഥവാ നമ്മൾ സ്കാൻ ചെയ്തില്ലെങ്കിലോ? എങ്ങനെ അവരറിയാം? ഇതിൽ ബില്ല് വരും. അല്ല, നമ്മളിപ്പം സ്കാൻ ആയില്ലെങ്കിൽ ഇവിടെ ഒരാൾ നിൽക്കണ്ടാവും. ഇവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ. സാധാരണ സെക്യൂരിറ്റി ഉണ്ടാവും. ഇതായില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ആക്കി ഒന്നും ചെയ്യാം. ഓ, ഒരു 1.5 ബില്ലാണല്ലോ. ഒരു കോഴിമുട്ടയ്ക്ക് ഇത്രയും വലിയ ബില്ല. പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ എത്ര 10 സെന്റിന്റെ സാധനം മേടിച്ചാലും നമുക്ക് കാർഡ് പേയ്മെന്റ് എടുക്കാം. കാർഡ് പേയ്മെന്റ്. ഇതാണ് ഈ പുള്ളി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അവരൊക്കെ സെൽഫ് പേയ്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ അഖിൽ ബ്രോ. നാട് എവിടെയായിരുന്നു? ചെറായി ബീച്ചിൻ്റെ അടുത്ത് തന്നെ. ഞാൻ വന്നിട്ടുണ്ട് ചെറായി ബീച്ചിൽ കുറേ മുമ്പ്, ഒരു 10 വർഷം മുമ്പ്. 10 അല്ല, അതിൻ്റെ മുമ്പ് 10 വർഷം മുമ്പ്. അപ്പോൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ വയസ്സ് എത്രയായിരുന്നു? നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പ്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാൽ ഇറങ്ങി. ഒരു മഴ മൂഡിലാണ്. മഴ പെയ്യും എന്തായാലും. 100% കാണിക്കുന്നത്. മഴ എന്തായാലും പെയ്യും. പെയ്തു തുടങ്ങി. സമയം എത്രയായി? 11:40 അല്ലേ? ഇത് റെഡി അല്ലേ ടൈം? ഇതാണ് ബെർലിൻ. ഇത് മെട്രോ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ആണ്. ചില സ്ഥലത്ത് മോളിൽ കൂടെ പോകും. ഊബാൻ, എസ്ബാൻ, പിന്നെന്താ ഉള്ളത്? പിന്നെ റീജിയണൽ ട്രെയിൻ, ഐസ്. അങ്ങനെ 3-4 ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഉള്ളത്. പിന്നെ ബസ്. ഞാനിപ്പോൾ ഉള്ളത് ബെർലിനിലുള്ള ഒരു ഇന്ത്യൻ ഷോപ്പിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വിചാരിച്ചാണ്. നാട്ടിൽ 20 രൂപക്ക് കിട്ടുന്ന ബിസ്ക്കറ്റിന് ഇവിടെ 100-150 രൂപ കൊടുക്കണം. എന്നാലേ നാട്ടിലെ ബിസ്ക്കറ്റ്, നാട്ടിലെ മിക്സ്ചർ കണ്ടോ, ഈ ഒരു പാക്കിന് 2.3 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 210-200 മുകളിൽ വരും. നാട്ടിലിതിനായി 10-30 റുപ്യ ഉണ്ടാവുള്ളൂ. ഇവിടെ അത് 200 റുപ്യ എടുക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണ് യൂറോപ്പിലും നാട്ടിലും തമ്മിലുള്ള വ്യത്യാസം. ഇത് ആഫ്രിക്കക്കാർ. ഹായ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മരച്ചീനിയാണ്. പക്ഷേ ഇത് അതേ ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയില്ല.
ഏത് രാജ്യത്തു നിന്ന് വരുന്നതാണേക്കും ബ്രോ? ഇത് ഏത് രാജ്യത്ത് നിന്ന് വരുന്ന? ഖാന. നമ്മുടെ നാട്ടിലെ മരിച്ചേരി അല്ല? ആ, അത് ഇവിടെ ഉണ്ടല്ലേ. ഇതെന്തിനാ മെഴുക് പുരട്ടുന്നത്? ഓ, കേടാവില്ല. ഓക്കെ, കേടാവാതിരിക്കാനാണ് ഇങ്ങനെ മെഴുക് പുരട്ടുന്നത്. നമ്മുടെ ആപ്പിളൊക്കെ മെഴുകില് മുക്കിയെടുക്കില്ല, അതേപോലെ ഇതും മെഴുകില് മുക്കിയെടുക്കും. ഇത് പിന്നെ തൊലി കളയുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇവിടുന്ന് ഖാനയിൽ വരുന്ന പഴം കണ്ടോ? നേന്ത്രപ്പഴമാണ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആയിരിക്കില്ല, പക്ഷെ നല്ല മധുരം ഉണ്ടാവുന്നുണ്ട്. പഴുത്ത പഴത്തിന് നല്ല മധുരം. പിന്നെ ഇവിടെ മൊത്തം ആഫ്രിക്കൻസ് ആണ്, ആഫ്രിക്കക്കാരുടെ ഏരിയ ആണെന്ന് തോന്നുന്നു. ബീഫ് 10 യൂറോ. ഈ കാണുന്ന ട്രെയിന് റീജിയണൽ ട്രെയിനാണ്. ഇവിടെ റീജിയണൽ ട്രെയിന് എസ്-ബാന്, യു-ബാന്, പിന്നെ IC അങ്ങനെ എന്തൊക്കെയോ, RB അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പല കാറ്റഗറി ട്രെയിനാണ്. ഈ ട്രെയിൻ കണ്ടോ, അടിപൊളിയാണ്. ഒന്ന് താഴേക്ക് ഇറങ്ങണം, ഈ ലെവലിലല്ല, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണം, ഒന്ന് മുകളിലോ. സൂപ്പറാണ്. നമ്മൾ ഇതിൽ കയറിയിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, ഈ റീജിയണൽ ട്രെയിനിൽ. ഇതല്ല, അടുത്തതിൽ. വാ, അടിപൊളി ട്രെയിൻ. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം എത്ര ടൈം യാത്ര ഉണ്ടാവും? 40 minutes. ഒരു 40 മിനിറ്റ്സ് യാത്ര ഉണ്ടാവും. ഈ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. സൈക്കിള് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ ഇതിൽ? അപ്പോൾ ഇതിൽ സൈക്കിളൊക്കെ കയറ്റാം കേട്ടോ, അടിപൊളിയാണ്. മുകളിലോട്ട് നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ഹായ്, എൻ്റെ പേര് ജിബി എന്നാണ്. നാട്ടിലെ അങ്കമാലി. ഇവിടെ വർക്ക് ചെയ്യാണ്. ഫ്ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഗ്രോസറി ഡെലിവറി കമ്പനിയാണ്. ഞാനവിടെ പ്ലാനിങ് ആൻഡ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണേ, മാനേജറായിട്ട്. ഭയങ്കര എളിമയാണ്, അതുകൊണ്ടായിട്ട് അതൊന്നും പറയാത്തത്. ആള് നാട്ടിൽ പോവാണ്, ആൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അപ്പം ഞാനും കൂടെ കൂടിയതാണ്. ഇവിടെ സ്ഥലങ്ങൾ കാണാം. അങ്ങനെ ഇതാണ് ട്രെയിൻ, കിടു ട്രെയിനാണ്. ഇതാ നമ്മുടെ പുള്ളിയും കൂടി ഉണ്ട്. അതാണ് എസ്-ബാന്. നമ്മുടെ നാട്ടിലെ KSRTCയുടെ കളറാണ്, മഞ്ഞയും ചുവപ്പും. എങ്ങോട്ടാ പോകുന്നത്? ഡിസൈനർ ഔട്ട്ലെറ്റ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത്രയും ആളുകൾ, ഇത്രയും ജനങ്ങൾ ഇവിടേക്ക് പോകാനുള്ള കാരണം എന്താ? ഇവിടെ എല്ലാ ബ്രാൻഡും ഒരു സ്ഥലത്ത് ഷോറൂമുള്ള സ്ഥലവും. ഇതൊരു വില്ലേജ് ആണല്ലോ സത്യം പറഞ്ഞാൽ. ഇവിടെ ഒരു സംഭവം കാണുന്നില്ല, വെറും ഒരു വില്ലേജ് മാത്രമേ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. നമുക്ക് ഇതൊരു ടൗണൊന്നുമല്ല, ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ? അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരും. അത് ഓൾഡ് ബെർലിനിലുള്ള എല്ലാം ഷോറൂമിൽ സെയിലാവാത്ത പ്രോഡക്ട്സ് മൊത്തം ഇവിടെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടിടും, അതും ഡിസ്കൗണ്ട് പ്രൈസിൽ. ഓക്കെ. പിന്നെ അതുകൂടാതെ ന്യൂ അറൈവൽസ് എന്നും പറഞ്ഞ് പുതിയതും ഉണ്ടാവും, മിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.
അപ്പൊ ഇവിടെ ആൾക്കാർ ഇവിടെ വരുമ്പോ അവർക്ക് വില കുറവിന് സാധനങ്ങൾ കിട്ടുമെന്നുള്ള വിശ്വാസം. വിശ്വാസം അത്രേ ഉള്ളൂ, എല്ലാവരും വിശ്വാസം. ഇതാണ് ഇതിന്റെ മാപ്പ്. എല്ലാ ഷോറൂം ഇതാണ് ഇതിന്റെ മാപ്പ്. അഡിഡാസ്, പോളോ, ബോസ്, ഡിസൈനർ ഔട്ട്ലെറ്റ്. ഓ, ഞാൻ വിചാരിച്ചു ഇൻഡോർ ആയിരിക്കും. ഇത് ഔട്ട്ഡോറാ? ഓ, മഴ പെയ്ത പോലെ നാട്ടിൽ പോകുന്നവർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്തിട്ട് വില കുറവില് സാധനം വില കുറവിന് കിട്ടും. നാട്ടിലെല്ലാവർക്കും കൊടുക്കാലോ, അവർക്കും സന്തോഷം. വാവ്, അടിപൊളിയാണല്ലോ. അടിപൊളി സ്ട്രീറ്റ് ആട്ടാ. ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാണ്. വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. നല്ല മഴയാണ്, ഒടുക്കത്തെ മഴ. മഴയും കൊണ്ടാണ് നടക്കുന്നത്. നല്ല തണുപ്പും നല്ല മഴയും, അടിപൊളി വൈബാ. ട്രെയിൻ 4 മിനിറ്റ്സാണ് കാണിക്കുന്നത്. ട്രെയിന് 5:35.